السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أفصح العرب محمد وعلى آله وصحبه وبعد. أيها الأساتذة الكرام، أصحاب الفضيلة من المشايخ والعلماء، الطلاب الأعزاء، وفي هذه الآونة المباركة بتوفيق الله تعالى اجتمعنا في هذه القاعة لمناقشة حول الموضوعات المتعلقة باللغة العربية ونشرها ونشر ثقافتها في ربوع كيرلا. وقد تحدث كثير من العلماء والأساتذة في هذه المنصة عن جوانب شتى لهذا الموضوع، وحينما نناقش عن اللغة العربية وتاريخها في كيرلا، كيف وصلت هذه اللغة إلى كيرلا ونشأت ووصلت إلى هذا المستوى الذي نشاهدها في تلك الأيام. وأريد أن أشير إلى بعض الخلفيات لنشأة هذه اللغة في كيرلا. وحينما نتحدث عن تاريخ اللغة العربية في كيرلا وكذلك الإمكانيات الواسعة والفرص العديدة لهذه اللغة، وخاصة بالنسبة إلى الطلاب الذين يجلسون أمامي في هذه القاعة، أريد أن أذكر بعض النقاط في لغتنا المحلية ليكون استماعهم أقوى وأدق لفهم هذا الموضوع. അറബി ഭാഷയുടെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. എൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 100 വർഷങ്ങൾക്കപ്പുറമുള്ള കേരളത്തിലെ അറബി ഭാഷയുടെ ചരിത്രത്തെ സംബന്ധിച്ച് എത്ര കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നെനിക്കറിയില്ല. ഇവിടെ ഡോക്ടർ ഷാനവാസ് പറവണ്ണ അങ്ങനെ അറബി ഭാഷയുടെ ചരിത്രവും അറബി കോളേജുകളുടെ ആവിർഭാവവും ഒക്കെ ഇവിടെ സംസാരിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2026-ലാണ്. കേരളത്തിൽ വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റം കേരള മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 100 വർഷത്തിലധികമായി. 1920-കളിലാണ് എന്ന് പൊത്തത്തിൽ നമുക്ക് പറയാം. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാർ, അന്ന് നിലവിലുണ്ടായിരുന്ന പൗരോഹിത്യം ശിർക്കൻ വിശ്വാസങ്ങളെയും ഖുറാഫാത്തുകളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അതാണ് ദീന് എന്ന് മനസ്സിലാക്കുകയും അത് മാത്രമാണ് ദീന് എന്ന് മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും വിവരമില്ലാത്ത
സാധാരണക്കാരായ ആളുകൾ അതിനെ അന്ധമായി പിന്തുടരുകയും ചെയ്തിരുന്നൊരു കാലഘട്ടത്തിലാണ് വിരലിലെണ്ണാവുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ യഥാർത്ഥമായ ദീൻ വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും ആ സത്യം ജനങ്ങളോട് പറയണമെന്ന് തീരുമാനിച്ച് രംഗത്തിറങ്ങുകയും ചെയ്തത്. ഇന്നത്തെ പോലെ എളുപ്പമുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ എതിർപ്പുകളും വലിയ പ്രതിസന്ധികളുമൊക്കെ കടന്നുകൊണ്ടാണ് അവർ ഒറ്റപ്പെട്ട ആ ശബ്ദം കുറേശ്ശെയായി, എന്നാൽ അവരുടെ ആത്മാർത്ഥത കൊണ്ടും അവരുടെ പരിശ്രമം കൊണ്ടും റബ്ബിൻ്റെ സഹായം കൊണ്ടും അത് ഫലപ്രാപ്തി നേടുകയും അത് വളർന്ന് വികസിച്ച് അങ്ങനെ തൗഹീദിൻ്റെ ശബ്ദവും സുന്നത്തിൻ്റെ ശബ്ദവും ഒക്കെ നമ്മുടെ നാടുകളിൽ മുഴങ്ങാൻ തുടങ്ങുകയും ചെയ്തു. 1924 പ്രഥമ പണ്ഡിത സംഘടന നമ്മുടെ നാട്ടിൽ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതിനു മുമ്പ് കേരള മുസ്ലിം ഐക്യസംഘം രൂപീകൃതമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായി പ്രാദേശികമായി തന്നെ പല ഇസ്ലാഹിൽ അധിഷ്ഠിതമായ പല പ്രാദേശിക സംഘങ്ങളും കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ടായി, പല പണ്ഡിതന്മാരും നേതൃത്വം നൽകിക്കൊണ്ട്. 1940കളിലാണ് അറബിക് കോളേജുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ പറയുന്ന നവോത്ഥാന നായകന്മാർ മുന്നോട്ട് വെച്ചത്. 40കളിൽ ഫാറൂഖ് കോളേജിൻ്റെ മാതൃസ്ഥാപനമായ റൗദത്തുൽ ഉലൂം അറബിക് കോളേജ്, അതുപോലെ സുല്ലമുസ്സലാം അറബിക് കോളേജ്, മദീനത്തുൽ ഉലൂം അറബിക് കോളേജൊക്കെ 40കളിലാണ് രൂപം കൊള്ളുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ കുറേ ആളുകളുടെ കൂട്ടായ ശ്രമങ്ങളുണ്ടെങ്കിലും ചില പ്രധാന വ്യക്തികളുടെ, ചില പ്രധാന നവോത്ഥാന നായകരുടെ പ്രത്യേകമായ നേതൃത്വമുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഫാറൂഖ് കോളേജിൻ്റെ റൗദത്തുൽ ഉലൂമിൻ്റെ പിന്നിൽ അബുസ്സബാഹ് മൗലവിയുടെ, അതുപോലെ സുല്ലമുസ്സലാമിൻ്റെ പിന്നിൽ NV അബ്ദുസ്സലാം മൗലവിയുടെ, മദീനത്തുൽ ഉലൂമിൻ്റെ പിന്നിൽ MCC അബ്ദുറഹ്മാൻ മൗലവിയുടെയൊക്കെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ തുടങ്ങി വെച്ച ആ കാലഘട്ടത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന അസംഘടിതമായ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ദീനീ പഠനമാണ് നടന്നിരുന്നത്. അത് ഈ പറഞ്ഞ ഖുറാഫാത്തും അതുപോലെ ശിർക്കൻ വിശ്വാസങ്ങളുടെ കലർപ്പുകളുമൊക്കെയുള്ള ഒരു തരം മതപഠനം വളരെ അശാസ്ത്രീയമായി ദർസുകളിലൊക്കെ നടന്നിരുന്നിടത്തുനിന്ന് മാറി ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ രൂപം വേണം എന്ന നിലക്ക് ആ പണ്ഡിതന്മാർ ചിന്തിച്ചു. അങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ മതപഠനം ശരിക്കും നടക്കണം, ഭാഷാപഠനം നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരാഗ്രഹിച്ചൊരു കാര്യം, അവരന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊന്നും രൂപീകൃതമാവാത്ത കാലമാണ്. അവർ മദ്രാസിൽ പോയി മദ്രാസ് സർവകലാശാലയുടെ അംഗീകാരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സുകൾക്കൊക്കെ ഒരു അംഗീകാരം ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ കുട്ടികളിതൊക്കെ പഠിച്ച് ഭാഷയൊക്കെ പഠിച്ച് അവർ യോഗ്യത നേടണം, അവരുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾക്കൊരു വാല്യൂ ഉണ്ടാകണം. അവർ നിസ്വാർത്ഥമായി മതപഠനം നേടി മതപ്രബോധനം നടത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലമുണ്ടാകണമെന്ന് MCCയെ പോലെയുള്ള പണ്ഡിതന്മാർ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് അവരൊക്കെ അന്ന് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലാത്ത ആ കാലത്ത് മദ്രാസിലൊക്കെ പോയി എത്രയോ ദിവസം അവിടെയൊക്കെ താമസിച്ച് പ്രയാസപ്പെട്ട് ഈ അംഗീകാരം നേടിയെടുത്തത്. കാലക്രമത്തിൽ ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നൽക്ക് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വി മുഹമ്മദ് മദനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് അകലാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതും യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളായി, ഗവൺമെൻറ് നിയന്ത്രണമുള്ള സ്ഥാപനങ്ങളായി,
അതിന് ദേശീയ തലത്തിലുള്ള യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ പോലെയുള്ള ദേശീയ തലത്തിലുള്ള ബോഡികൾ നിയന്ത്രണത്തിലായി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സ്ഥാപനങ്ങൾക്കൊക്കെ അക്രഡിറ്റേഷൻ, നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അംഗീകാരം വേണമെന്ന് നിർബന്ധമായി. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ കുറേ ചട്ടവട്ടങ്ങൾ, രൂപങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അത് രൂപീകൃതമായ കാലഘട്ടത്തിലുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് അതിന് മാറ്റങ്ങളുണ്ടാവുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതേസമയത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ജാമിഅൽ ഹിന്ദ് അൽ ഇസ്ലാമിയ രൂപീകരിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ബന്ധനങ്ങളില്ലാതെ ഈ ഭാഷയും അതുപോലെ ഈ ദീനും ശരിയായ അർത്ഥത്തിൽ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആരംഭിച്ച ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ എല്ലാം മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഉസ്താദ് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ അറബി ഭാഷ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഈ ഭാഷയുടെ ഒരുപാട് മഹത്വങ്ങളെ പറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഭാഷയുടെ ഏറ്റവും വലിയ മഹത്വം അത് ലുഗത്തുൽ ഖുർആൻ ആണ് എന്നുള്ളതാണ്, ഖുർആൻ്റെ ഭാഷയാണെന്നുള്ളതാണ്. എന്തെല്ലാം മഹത്വങ്ങൾ അറബി ഭാഷയ്ക്കുണ്ടെങ്കിലും ആ മഹത്വങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഇത് ലുഗത്തുൽ ഖുർആൻ. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായ ഭാഷ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഷ ഖുർആൻ പഠിക്കുവാനും ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനീയങ്ങൾ പഠിക്കുവാനും ഒക്കെ ഉപയോഗപ്പെടുന്നു. എത്രയോ ആധികാരികമായ തഫ്സീറുകളൊക്കെ രചിക്കപ്പെട്ടുള്ള അറബി ഭാഷയിലാണ്. അതുപോലെ തന്നെ വലിയ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായ അതിവിപുലമായ ഒരു വിജ്ഞാന ശേഖരമായിട്ടുള്ള പ്രവാചക വചനങ്ങൾ, ഹദീസുകൾ അതെല്ലാം അറബി ഭാഷയിലാണ്. അതിൻ്റെ ശറഹുകൾ അറബി ഭാഷയിലാണ്. മറ്റുള്ള ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളൊക്കെയും അറബി ഭാഷയിലാണ്. അത് കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥമാവട്ടെ, വിശ്വാസപരമായ ഗ്രന്ഥങ്ങളാവട്ടെ, അങ്ങനെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഈ ഭാഷയിൽ രചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളുടെ ലോകമെന്ന് പറയുന്നത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട വലിയൊരു സാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു മേഖലയെ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ രൂപത്തിൽ എത്രമാത്രം അഗാധമായ അറിവുകൾ നേടിയെടുക്കുവാൻ എന്തെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയൊക്കെ പഴയ തലമുറയേക്കാൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. ടെക്നോളജിക്കലായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ പിന്നാലെ പോകാനും കഴിയുന്നവരാണ് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ. പക്ഷേ ആ കഴിവുകൾ അവർ ഉപയോഗപ്പെടുത്തേണ്ടത് അനന്തമായ വൈജ്ഞാനിക ലോകത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടാണ്, പ്രത്യേകിച്ചും ഇസ്ലാമികമായ വിജ്ഞാനികളുടെ പിന്നാലെ പോയിക്കൊണ്ടാണ്. ഇവിടെ പറയുകയുണ്ടായി, ഈ ഭാഷ ഇന്ന് ലോകത്ത് 425 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്നൊരു ഭാഷയാണ്. 425 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് നിലവിലുള്ള ജനങ്ങൾ സംസാരിക്കുന്ന ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്നതിൽപ്പെട്ട 5 ഭാഷകളിൽപ്പെട്ടൊരു ഭാഷയാണ്. ലോകത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 5 ഭാഷകളിൽ ഒന്ന് അറബി ഭാഷയാണ്. ലോക ജനസംഖ്യയിൽ 6.5% അല്ലെ 7%-ഓളം ആളുകൾ അറബി ഭാഷ സംസാരിക്കുന്നവരാണ്. അത്രയും വലിയ സ്വാധീനമുള്ളൊരു ഭാഷയാണ്. ലോകത്ത് ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. ആ ഭാഷകളിൽ
ജനങ്ങൾ ഏറ്റവും കൂടുതലായി സംസാരിക്കുന്ന 5 ഭാഷകളിൽ ഒന്ന് അറബി ഭാഷയാണ്. ലോക ജനസംഖ്യയുടെ 6.5% ആളുകൾ അറബി ഭാഷ സംസാരിക്കുന്നു. അതുപോലെ ലോകത്ത് നിലവിലുള്ള 25-ലധികം രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് 25-ലധികം രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്ന് അറബിയാണ്. 1973 അറബിയെ ഐക്യരാഷ്ട്രസഭ അതിൻ്റെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ചത്. മറ്റുള്ള ഭാഷകൾ ഇംഗ്ലീഷ്, ചൈനീസ്, റഷ്യൻ, സ്പാനിഷ് തുടങ്ങിയ ഭാഷകളൊക്കെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മറ്റ് ഭാഷകളാണ്. അപ്പോൾ അതിൽപ്പെട്ടൊരു ഭാഷ എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനവധി സമിതികൾ, അവിടെയൊക്കെ അറബി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജാണ്. എന്തെല്ലാം ലിറ്ററേച്ചർ അവർ ഇറക്കുന്നുണ്ടോ അതൊക്കെ അറബിയിൽ അവർ ഇറക്കണം. ആ രീതിയിലുള്ള ഒരുപാട് സവിശേഷതകൾ അറബി ഭാഷയ്ക്ക് നിലവിലുണ്ട്. എന്തുമാത്രമല്ല, ഈ ഭാഷയുടെ പാരമ്പര്യത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഏകദേശം ഒരു 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം അറബ് ലോകം എന്ന് പറയുന്നത് വൈജ്ഞാനിക രംഗത്ത് ഏറ്റവും മുന്നിൽ നിന്നൊരു കാലമാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒട്ടനവധി ശാസ്ത്രശാഖകളിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് അറബി ഭാഷയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇംഗ്ലീഷ് ഭാഷയ്ക്കൊന്നും ആധിപത്യമില്ലാതിരുന്നൊരു കാലം 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലാണ് ഇന്ന് നിലവിലുള്ള പല ശാസ്ത്രശാഖകളുടെയും അടിസ്ഥാന പാഠങ്ങൾ വിശദീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എത്രയോ വിഷയങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് സയൻസ് എന്നാണ് ആ കാലഘട്ടത്തിൽ അറബി ഭാഷ അറിയപ്പെട്ടത്. ശാസ്ത്രത്തിൻ്റെ ഭാഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ശാസ്ത്രശാഖകൾ എന്ന് പറയുന്നത് അതിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ അസ്ട്രോണമി ഉണ്ട്, അതുപോലെ മെഡിക്കൽ സയൻസ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്. ഇതൊക്കെ അറബ് പണ്ഡിതന്മാർ കൈവയ്ക്കുക മാത്രമല്ല ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പാഠങ്ങൾ കൊടുത്തിട്ടുള്ള മേഖലകളാണ് എന്ന് കാണാൻ കഴിയും. ഇതിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഗണിതശാസ്ത്രത്തിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴായി കേൾക്കാറുള്ള ആൾജിബ്രയുടെയൊക്കെ അടിസ്ഥാനം വരുന്നത് അറബി ഭാഷയിൽ നിന്നാണ്. അൽ ഖവാറസ്മി, അതുപോലെ തന്നെ അസ്ട്രോണമിയിൽ അൽ ബിറൂനി, അൽ ബത്താനി, അതുപോലെ മെഡിക്കൽ സയൻസിൽ ഇബ്നു സീന, അതുപോലെ തന്നെ ഈ സർജറിയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് 200ഓളം സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടെത്തിയ അസ്സഹ്റാനി പോലെയുള്ള ശാസ്ത്രത്തിനൊരിക്കലും മറക്കാൻ പറ്റാത്ത, കെമിസ്ട്രിയിൽ ജാബിർ ബിൻ ഹയ്യാൻ, അതുപോലെ തന്നെ ജോഗ്രഫിയിൽ അൽ ഇദ്രീസി, ഫിസിക്സ്, അതുപോലെ ഒപ്റ്റിക്സ് പോലെയുള്ള മേഖലകളിൽ ഇബ്നുൽ ഹൈസം, ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് സത്യത്തിൽ അറബി ഭാഷയുടേതായി ശാസ്ത്രലോകത്ത് കാണാൻ പറ്റും. നമ്മളത് അന്വേഷിച്ച് പരതി കണ്ടെത്തേണ്ട മേഖലകളാണ്. നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ അന്വേഷണത്തിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് അറബ് ലോകം ഈ പറയുന്ന ശാസ്ത്രശാഖകൾക്ക് എന്തൊക്കെ നൽകി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ അറബ് ലോകത്തുള്ള അറബി ഭാഷയുടെ സാധ്യതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു വളരെ പരന്നൊരു വിഷയമാണ്. നമുക്കൊന്നിലേക്ക് ഒതുക്കാൻ കഴിയാത്ത അത്രയും. ഇതൊക്കെ നമ്മൾ കണ്ടെത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണ ത്വരയാണ്. ഇതൊരാൾ പറഞ്ഞിട്ടിങ്ങനെ മനസ്സിലാക്കുന്നതിനപ്പുറം നമുക്ക് സ്വന്തമായി, ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സെർച്ചിങ്ങിലൂടെ നമുക്ക് അറബി ഭാഷയുടെ സാധ്യതകൾ എന്തൊക്കെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ പഠനത്തിലും അന്വേഷണത്തിലും അത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ അറബി ഭാഷ എന്നുള്ളതൊന്നൊരു പ്രൈമറി സ്കൂൾ തലം മുതൽ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ ഡോക്ടറേറ്റിനപ്പുറം പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന് വരെ ഇന്ന് അറബി ഭാഷ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോലും എത്രയോ അറബി ഭാഷാ സാഹിത്യത്തിൽ എത്രയോ
പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചുകൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു വായനയിലോ നമ്മുടെ ഒരു അന്വേഷണത്തിലോ അത് വരാത്തതുകൊണ്ടാണ്. അത് അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത കാലത്ത് 2-3 വർഷം മുമ്പ് നമ്മുടെ ജാമ്യയിൽ വന്നിരുന്നു. കാലിക്കറ്റ് ജാമ്യയിൽ ന്യൂഡൽഹിയിലുള്ള സൗദി എംബസിയുടെ കൾച്ചറൽ അറ്റാഷെ അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പാശ്ചാത്യ സർവകലാശാലകളിൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ സർവകലാശാലകളിൽ വരെ അറബി ഭാഷാ സാഹിത്യത്തിലൊക്കെ അതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസിലൊക്കെ ഇന്ന് ലോകോത്തര സർവകലാശാലകളിൽ ഡോക്ടറേറ്റും അതുപോലെ അതിനപ്പുറമുള്ള പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചുകളും ധാരാളമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു പഠനമാണ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക് സ്റ്റഡീസ് അതിനോട് ചേർത്തൊരു ചെറിയ കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിലിപ്പോൾ നേരത്തെ ഈ അഫ്ലുലമ കഴിഞ്ഞ ആൾക്കാർ വിദേശത്തൊക്കെ പോയാൽ അവർക്ക് സ്കൂളുകളിൽ, പ്രത്യേകിച്ച് UAE-ലൊക്കെ ഉള്ള സ്കൂളുകളൊക്കെ ധാരാളമായി ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അവർ പഠിപ്പിച്ചിരുന്ന 2 വിഷയം, ഒന്ന് അറബിയാണ്, മറ്റൊന്ന് ഇസ്ലാമിക് സ്റ്റഡീസാണ്. പക്ഷേ ഇപ്പോൾ അഫ്ലുലമ കഴിഞ്ഞ ആളുകൾക്ക് ഇസ്ലാമിക് സ്റ്റഡീസിന് അവർക്ക് അവിടെ ജോലി കൊടുക്കുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് ആ മേഖലയിൽ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഇവിടെ വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു ഡിഗ്രി ഉണ്ട്, ഒരു BA ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. അത് കഴിഞ്ഞ ആളുകൾക്ക് ഇഷ്ടംപോലെ ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജാമിയ ഹംദർദിലുണ്ട് അതിന് ഡിഗ്രിയും PG ഒക്കെ ഉണ്ട്. വലിയ പ്രയാസമില്ലാതെ എടുക്കാൻ കഴിയുന്ന ഒരു ഡിഗ്രിയാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നൊരു വിഷയം ഇന്ന് ലോകത്ത് വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയും ഒരുപാട് റിസർച്ച് സാധ്യതകളുള്ള ഒരു വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമായി അതിനെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് അറിയാം, ഇന്ന് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇപ്പോൾ ഷാർജയിലെ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയിൽ വിദേശ വിദ്യാർത്ഥികളെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണത്. അതിൽ പല വിഷയങ്ങളുണ്ട് പഠിക്കാൻ. ഇസ്ലാമിക് സ്റ്റഡീസുണ്ട്, അതുപോലെ അറബി ഭാഷയിൽ വളരെ മനോഹരമായ കോഴ്സുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ വെബ്സൈറ്റുകൾ നോക്കി അതിൻ്റെ യഥാർത്ഥമായ സമയങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടതായ രൂപത്തിൽ അപ്ലൈ ചെയ്യണം. അതാണ് അതിലെ പ്രധാനപ്പെട്ട സംഗതി. വെബ്സൈറ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ഡേറ്റൊക്കെ നോക്കി അതിൻ്റെ ആവശ്യമായ എല്ലാ ഡോക്യുമെൻസും സഹിതം അപ്ലൈ ചെയ്താൽ അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ കിട്ടുന്നുണ്ട്. അവിടെ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, അവിടെ നല്ല മാന്യമായ താമസ സൗകര്യം, ഭക്ഷണവും, അതിന് പുറമെ ഒരു ഇന്ത്യൻ റുപ്പീസ് 35,000 മാസത്തിൽ സ്റ്റൈപ്പൻ്റായിട്ടും കൊടുക്കുന്നുണ്ട് അവർ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ സൗദിയിലെ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ ഇവിടെ നിന്നൊക്കെ പല വിദ്യാർത്ഥികളും മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. മദീന യൂണിവേഴ്സിറ്റി മാത്രമല്ല, സൗദിയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അൽ ഖസീമിലുണ്ട്, നജറാനിലുണ്ട്, സൗദിയുടെ മറ്റ് പല ഭാഗങ്ങളിലുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മളെ ഈ പഠനത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുന്നതോടൊപ്പം ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജോടുകൂടി പാസ്സാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി സെർച്ച് ചെയ്യേണ്ട മേഖലകളായിട്ട് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ മതപരമായ അഗാധജ്ഞാനം നേടാൻ പറ്റിയ കോഴ്സുകൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിന് പുറമെ ഭാഷ എന്നുള്ള നിലക്ക് പഠിക്കാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളാണെങ്കിൽ ഇന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധ്യതകളാണ്. അറബി ഭാഷയിൽ നല്ല കഴിവുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് കൂടി, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് കൂടി പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ഇംഗ്ലീഷ് കൂടി നമ്മളെ കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ 2 ഭാഷകളിലും ഒരുപോലെ നമുക്ക് കഴിവ് നേടാൻ സാധിക്കുമെങ്കിലുള്ള ഒരുപാട് അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ അറബിയിൽ നല്ല കഴിവുണ്ടാകുക, ഇംഗ്ലീഷിലും കഴിവുണ്ടാകുക, അത്യാവശ്യം IT-യിലുള്ള നോളജ് കൂടി ഉണ്ടെങ്കിൽ അന്തർദേശീയ തലത്തിലുള്ള ഒരുപാട് ചാൻസുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം അറബ് രാഷ്ട്രങ്ങൾ 10-20ഓളം അറബ് രാഷ്ട്രങ്ങളാണ് ഇന്നിപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. വലിയൊരു മേഖലയാണത്.
അവിടെയൊക്കെ അറബിക് കമ്മ്യൂണിക്കേഷൻ കഴിയുന്ന ആളുകൾക്ക് വമ്പിച്ച അവസരങ്ങൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതുപോലെയുള്ള മറ്റൊരുപാട് മേഖലകൾ, ടൂറിസം ആൻഡ് ഏവിയേഷൻ ആയിരുന്നാലും മറ്റുള്ള ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ് പറയുന്ന മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡിപ്ലോമസി മേഖലകളിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മറ്റുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലൊക്കെ ധാരാളമായ അവസരങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും പ്രാപ്തിയുള്ള ആളുകൾക്ക് അവരെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഏത് സംഗതിയാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ ഏറ്റവും ആധികാരികമായ അറിവുകൾ നേടാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ആവറേജിൽ എത്തിയാൽ പോരാ. ആ മേഖലയിൽ ഏറ്റവും അധികം, ഇപ്പോൾ ദീനിയായ പഠനമാണെങ്കിൽ അതിലെ ഒരു നമ്പർ 1 ആകാൻ വേണ്ടി ശ്രമിക്കുക. ഭാഷാരംഗത്താണെങ്കിലും അതിലും ഏറ്റവും പ്രാപ്തിയുള്ളവനായി മാറണമെന്നുള്ള കഠിനമായ പ്രയത്നത്തിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ നമുക്ക് ധാരാളമായ അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ AI കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും വിചാരിച്ചിരുന്നത്, ഈ ടെക്നോളജിയൊക്കെ വികസിച്ചപ്പോൾ, നമ്മളെ യൂസുഫ് സലഫിയൊക്കെ ആ കാര്യങ്ങൾ പറയാനിരിക്കുന്നുണ്ടാവും. ടെക്നോളജിയൊക്കെ വികസിച്ചപ്പം ചില ആൾക്കാർക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അറബി ഇതിൻ്റെ കൂടെ പോകില്ലെന്ന്. പക്ഷേ അറബിയാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയത്. എന്ന് മാത്രമല്ല, സത്യത്തിൽ നമ്മൾ മലയാളികളൊക്കെ കുറേ IT-ൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അറബികൾക്കാണ് വേഗം ഈ IT മനസ്സിലാകാമെന്ന് തോന്നാറുണ്ട്. അവരുമായി സംസാരിക്കുമ്പോൾ IT ഒക്കെ മനസ്സിലാകുന്ന ആളുകൾ പുതിയ അറേബ്യൻ കമ്മ്യൂണിറ്റിയിൽ വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല, IT ഒക്കെ നന്നായി അഡോപ്റ്റ് ചെയ്യണത് അവരാണ്. ഇപ്പോൾ വിദേശത്തുള്ള എയർപോർട്ടുകളിലും മറ്റൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കാൻ പറ്റിയ രീതിയിൽ അത്യത്ഭുതകരമായി ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ UAE-ലൊക്കെ പറയാറുണ്ട്, ഒരാൾ വിസൻ്റെ കാലാവധിയൊക്കെ തെറ്റിയിട്ട് റോട്ടുമൂടി നടക്കുകയാണ് വരെ അയാളെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനം ഉള്ള വാഹനങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു. ഒരു വാഹനം കണ്ട് പോയാൽ ആ റോട്ടുമേലുള്ള ആർക്ക് ആ വിസ എക്സ്പയർ അയാൾ ആ റോട്ടുമേ കൂടി നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുമെന്നാണ് പറഞ്ഞു. അത്രത്തോളം മനുഷ്യൻ്റെ ഈ ഫിംഗർ പ്രിൻറ്റും കണ്ണും ഒക്കെ വെച്ചുകൊണ്ട് ആളുകളെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംവിധാനങ്ങൾ. ഇപ്പോൾ റോട്ടുമേ കൂടി നടന്നു പോകണവൻ്റെ വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അവിടുന്ന് പിടിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ. അത്രത്തോളം ഈ ടെക്നോളജിയെ എനിക്ക് തോന്നുന്നു അഡോപ്റ്റ് ചെയ്തതിൽ വെച്ച് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അറബ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസ്, ഖുർആൻ, ഹദീസ്, അതിൻ്റെ കൂടെ അറബി ഭാഷയൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുകയും ഏറ്റവും താല്പര്യത്തോടു പഠിക്കുകയും ലോകത്ത് ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ്സിനെ പറ്റി നിങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ വിദ്യാർത്ഥി സമൂഹം ഞാൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയുള്ളൊരു നിരീക്ഷണ സ്വഭാവത്തോടുകൂടി ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനും നമുക്ക് ലഭ്യമായിട്ടുള്ള നമ്മുടെ സിലബസ്, പാഠഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക വിഷയങ്ങൾ ശരിയായ അർത്ഥത്തിൽ നന്നായി പഠിക്കുന്നതോടൊപ്പം തന്നെ അറബി ഭാഷ എന്നുള്ള നിലക്കും അതിനോട് ചേർന്നുകൊണ്ട് ഇംഗ്ലീഷും ടെക്നോളജിയും ഒക്കെ നന്നായി അതിലൊക്കെ പ്രാപ്തി നേടാൻ വേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ ഏർപ്പെട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല ഉണർവുള്ള പ്രാപ്തിയുള്ള ഒരു തലമുറയായി നമുക്ക് മാറാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കോൺഫറൻസ് അറബി ഭാഷാ രംഗത്ത് കൂടുതൽ ചിന്തിക്കുവാനും പുതിയ മേഖലകൾ കണ്ടെത്തുവാനുമുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.